പശ്ചിമേഷ്യ എന്നൊരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. അമേരിക്ക ഇസ്രായേൽ സഖ്യം ഇറാന്റെ അധികാര സ്ഥിരകളിൽ നേരിട്ട് പ്രഹരമേൽപ്പിച്ചതോടെ ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു എന്ന ഭീതി പരക്കുകയാണ്. ഇറാന്റെ കരുത്തുറ്റ നേതാവും നയതന്ത്രജ്ഞനുമായിരുന്ന അലി ലാരിജാനി കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ റഷ്യ നടത്തിയ കടുത്ത പ്രതികരണം അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ചേരിതിരിവുകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കേവലം ഒരു സൈനിക നീക്കം എന്നതിലുപരി ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നേതൃത്വത്തെ ഇല്ലാതാക്കൽ തന്ത്രമാണ് ഇവിടെ അരങ്ങേറുന്നത്. അലി ലാരിജാനി എന്ന പേര് ഇറാനിലെ അധികാര ഘടനയുടെ വെറും ഒരു ഭാഗമായിരുന്നില്ല, മറിച്ച് അതിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു. ദശാബ്ദങ്ങളോളം ഇറാന്റെ രാഷ്ട്രീയ സുരക്ഷാ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലി പാശ്ചാത്യ രാജ്യങ്ങളുമായി നടന്ന ഏറ്റവും സങ്കീർണമായ ചർച്ചകളിൽ ഇറാന്റെ മുഖമായിരുന്നു ലാരിജാനി. അദ്ദേഹത്തിന്റെ വാക്ചാതുര്യവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ ബഹുമാനം നേടിക്കൊടുത്തു. നീണ്ട 12 വർഷക്കാലം ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിരുന്ന അദ്ദേഹം രാജ്യത്തെ നിയമനിർമ്മാണ സഭയും ഭരണകൂടത്തെയും ഒരുപോലെ നിയന്ത്രിച്ചു. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ എന്ന നിലയിൽ ഇറാന്റെ സൈനിക തന്ത്രങ്ങൾക്കും പ്രതിരോധ നീക്കങ്ങൾക്കും അദ്ദേഹം അന്തിമ രൂപം നൽകി. അത്തരമൊരു നേതാവിനെയാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ ഇല്ലാതാക്കിയത്. ലാരിജാനിക്കൊപ്പം അദ്ദേഹത്തിന്റെ മകനും സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടത് ഇത് എത്രത്തോളം കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ടാർഗറ്റിംഗ് കില്ലിംഗ് ആണെന്നും വ്യക്തമാക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യവെച്ച് നടത്തുന്ന ഈ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പങ്ക് അതിവേഗം സ്ഥിരീകരിക്കപ്പെട്ടു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പിന്നീട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഈ ഓപ്പറേഷൻ ലക്ഷ്യം കണ്ടുവെന്ന് അവകാശപ്പെട്ടു.